പബ്ലിക് എക്സാമിന് കെമിസ്ട്രിയിൽ നിന്ന് ചോദിക്കാൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻ എന്താണ് ഈ പ്രാവശ്യം ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പടമാണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെർസ് എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ അസറ്റോൺ? അസറ്റോണിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. വേണമെങ്കിൽ എന്താണ് ചോദിക്കുക, വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് എന്താണ്? ഇപ്പോൾ പലതും വേണമെങ്കിൽ തരാം. വേണമെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് CHO ഇതെന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പ്, അന്നേരം അവിടെ എന്തോ വേണം, ആൽഡിഹൈഡ് എന്ന് എന്തോ വേണം എഴുതണം. അങ്ങനെ ചോദിക്കും. ഇവിടുത്തെ ചോദിച്ചേക്കുന്നത് വിച്ച് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് പ്രസൻറ്റ് ഇൻ അസറ്റോൺ? അസറ്റോണിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കീറ്റോൺസ് ആണെന്ത് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. കീറ്റോൺസ് ആണ് അതിന് ആൻസറായിട്ട് വരുന്നത്. അതായത് എന്താണ്, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുകൊണ്ട് 1 മാർക്കിന് എന്താണ് നിങ്ങൾ തയ്യാറായിട്ട് തന്നെ വേണം. സെക്കൻഡ് ഒരു ക്വസ്റ്റ്യനാണ്, an aromatic hydrocarbon has 6 carbon atoms and 6 hydrogen atoms in its molecule. 6 കാർബൺ ആറ്റം ഉണ്ട്, 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതൊരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണെന്ന് അല്ലേ. അതൊരു എന്തോ ആയിരിക്കും ഇങ്ങനെ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ ഫിഗറിൽ കൊടുത്തേക്കുന്ന പോലെ എഴുതാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർബൺ ഇട്ടിട്ടായാലും എന്താണ് കൊടുക്കാം. കാർബൺ ഇട്ടിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് എന്താണ് ഒരിടത്ത് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്. പിന്നെന്തോ ചെയ്യണം, എച്ച് ഇട്ട് കൊടുക്കണം. എച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരിടത്ത് എന്തോ ചെയ്യണം, OH ഇടണം. കാരണം ഇവിടെ എന്തോ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് കോമ്പൗണ്ട് വിത്ത് ആൻ വെൻ ആ ഹൈഡ്രജൻ ആറ്റം എന്താണ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ഒരു OH ആണ് വന്നേക്കുന്നത്. OH വന്നെന്ന് അതെന്തുവാന്ന് അറിഞ്ഞില്ലെങ്കിലും അവിടെ എന്താണ് ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് OH ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഫിനോലാണ്. ബെൻസോയിക് ആസിഡ് വരുമ്പോൾ എന്തോ വരും, ബെൻസോയിക് ആസിഡ് വരുമ്പോൾ COOH വരും. ഇതെന്താണ്, ഫിനോളാണ്. അവിടെ എന്താണെന്നേരം OH പ്രസൻ്റ് ആവണം. എന്നാൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്താണ് കൊടുത്തിട്ട് പറഞ്ഞായിട്ട് ചോദിക്കുക എന്താണ്, റൈറ്റ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട്. എന്താണ്, ഫിനോൾ. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് തന്നെ ഇങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഓരോ ലൈൻ വിട്ട് കൊടുത്താൽ മതി. OH എന്ന് വിട്ട് കൊടുത്താൽ അങ്ങനെ മാർക്ക് കിട്ടും. 2 രീതി ചെയ്താലും എന്താണ് മാർക്ക് ഷുവറായിട്ടും കിട്ടും. പക്ഷെ എന്താണ് ആ 3 ബെൻസോയിക് ആസിഡ്, ഫിനോള് 2 പഠിച്ചാൽ മതി. 2 എന്താണ് പഠിക്കണം. മറ്റേതെന്താണ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ആ ടെക്സ്റ്റിൽ എന്താണ് അല്ലാതെ ഉൾപ്പെടുത്തിയേക്കുന്നതാണ്. അതിൽ എന്താണ് ഇത് പഠിക്കാതെ നിങ്ങൾ പോകരുത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. One molecule of an aliphatic organic compound has 6 carbon atoms. It is identified as saturated carboxylic acid. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ സിംഗിൾ ബോണ്ട് ആയിരിക്കും വരുന്നത്, അത് നമുക്കറിയാമല്ലേ. അതെന്താണ്, പിന്നെന്തോ പറഞ്ഞിട്ടുണ്ട്, 1 molecule of an aliphatic organic compound has 6 carbon atoms. എത്രയാണ്, 6 കാർബൺ ആറ്റമാണ് ഉള്ളത് അല്ലേ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ 6 കാർബണും എന്ത് വേണം ഇട്ട് കൊടുക്കണം. 1 2 3 4 5 6 ഇട്ട് കൊടുത്തിട്ട് എന്ത് വേണം, സാച്ചുറേറ്റഡ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് തന്നെ എന്താണ് പറയുന്നുണ്ട്, കാർബോക്സിലിക് ആസിഡ് എന്ന് എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അന്നേരം അവിടെ എന്താണ് വരേണ്ടത് COOH. കാർബോക്സിലിക് എന്തുവാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവിടെ ആസിഡ് എന്നുണ്ട്, അന്നേരം എന്താണ് COOH ആണെന്ന് അറിയണം. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ ചോദിച്ചാൽ എന്താണ്, ഇവിടെ ലാസ്റ്റ് COH കൊടുത്തിട്ട് ബാക്കിയെല്ലാം എന്താണ് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മതി. CH3 CH2 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 COH. ഈ COH ആണ് മെയിനായിട്ട് വേണ്ടത്. നെക്സ്റ്റ് ആണ് റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഇൻ ദ ഫാമിലി വിത്ത് 5 കാർബൺ ആറ്റം. എന്താണ് 5 കാർബൺ ആറ്റം ഉള്ളത്, ഇതേ കോമ്പൗണ്ടിൽ 5 കാർബൺ ആറ്റം. അന്നേരം എന്താണ് ഒരു CH2 അങ്ങ് വെട്ടിയാൽ മതി. ഒരു CH2 വെട്ടിയിട്ട് എന്തോ ചെയ്യണം, ബാക്കി എഴുതണം. അതിൻ്റെ അന്നേരം എന്തുമായിരിക്കും 5 എണ്ണമാണ്. അന്നേരം എന്താ വരുന്നത്, പെൻറ്റ് വരും. പെൻറ്റനോയിക് ആസിഡ്, കാരണം എന്താണ് കാർബോക്സിലിക് ആസിഡ്, അന്നേരം എന്തോ വരും പെൻറ്റനോയിക് ആസിഡ്. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഈ പ്രാവശ്യത്തെ SSLCക്ക് എന്താണ് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഷുവർ ക്വസ്റ്റ്യനാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ആണ്
നമ്മുടെ പബ്ലിക്കിനായാലും മോഡലിനായാലും എന്തായാലും ചോദിക്കുന്നുണ്ട്. മോഡലിന് ചോദിച്ചാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്. ഇങ്ങനെ കുറച്ച് കോമ്പൗണ്ട് എന്നിട്ട് എന്താണ് അവയുടെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ. ഇവിടെ എന്താണ് അതിൻ്റെ IUPAC നിയമമാണ് തന്നേക്കുന്നത്. 2,2 ഡൈബ്രോമോ പെൻറ്റെയിൻ. അവരുടെ എന്താണ് വന്നേക്കുന്നത്? ബ്രോമോയാണ് വന്നേക്കുന്നത്. എന്താണ് രണ്ട് സൈഡായിട്ട് വരും. ഒരു സൈഡ് രണ്ടാമത്തെ പൊസിഷനിൽ എന്താണ് രണ്ടെണ്ണം എന്താണ് അത് വരുന്നുണ്ട്. പ്രൊപ്പൈനാണ്. അന്നേരം എന്തുവാ 3 കാർബൺ ചെയിൻ വരയ്ക്കണം. രണ്ടാമത്തെ പൊസിഷനിൽ എന്താണ് ബ്രോമിൻ വരയ്ക്കണം. 2 ബ്രോമിൻ ഉണ്ട്. കാരണം എന്താണ് അവിടെ ഡൈ ആണ് തന്നേക്കുന്നത്. അതുകൊണ്ട് 2,2 ഡൈബ്രോമോ പ്രൊപ്പൈൻ എന്ന് വരും. രണ്ടാമത്തെയാണ് പ്രൊപ്പൈൻ. പ്രൊപ്പൈൻ എന്ന് പറയുമ്പോൾ എന്താണ് 3 കാർബൺ ആറ്റമാണ് അല്ലേ. YNE നിങ്ങൾ മെയിനായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. ANE വന്ന സിംഗിൾ ബോണ്ട്, ENE വന്ന ഡബിൾ ബോണ്ട്, YNE വന്ന ട്രിപ്പിൾ ബോണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പോലും കിട്ടത്തില്ല. അതിനാൽ എന്താണ് ഇത് അറിഞ്ഞിരിക്കണം. അന്നേരം ഇവിടെ എന്താണ് പ്രൊപ്പൈൻ. പ്രൊപ്പൈനാണ് തന്നിരിക്കുന്നത് ഇവിടെ. അന്നേരം എന്താണ് YNE ആണ് ലാസ്റ്റ് വന്നേക്കുന്നത്. അപ്പോൾ എന്താണ് ഒരു ട്രിപ്പിൾ ബോണ്ട് ഒരിടത്ത് ഇടാവും. ഒരിടത്ത് ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഇട്ട് CH ട്രിപ്പിൾ ബോണ്ട് C. കാരണം എന്താണ് ഇവിടെ ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്, വേറൊരു സിംഗിൾ ബോണ്ടും ഉണ്ട്. രണ്ടും കൂടെ 4 കഴിഞ്ഞാൽ പിന്നെന്താണ് അവിടെ H വേണ്ട. അതുകൊണ്ട് C, പിന്നെന്താണ് CH3. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യനും എന്താണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എ സാച്ചുറേറ്റഡ് അലിഫാറ്റിക് ഹൈഡ്രോകാർബൺ മോളിക്യൂൾ കണ്ടെയ്ൻസ് എ ടോട്ടൽ 7 കാർബൺ ആറ്റം. 7 കാർബൺ ആറ്റം ഉണ്ട് അല്ലേ. there are a methyl group. ഒരു മീഥൈൽ ഗ്രൂപ്പ് എന്താണ് അവിടെ സെക്കൻഡ് കാർബൺ ആറ്റത്തിലായിട്ട് എന്താണ് അറ്റാച്ച്ഡ്. അതെങ്ങനെയാണ് സ്ട്രക്ചറൽ ഫോർമുല എന്താണ് സംയുക്തത്തിൻ്റെ ഘടന വരയ്ക്കുകയും ഈ സംയുക്തത്തിൻ്റെ IUPAC നിയമം എന്താണ് വേണം. അവരെന്താണ് ഒരു പൂരിത അലിഫാറ്റിക് ഹൈഡ്രോകാർബൺ തന്മാത്രയിലാകെ 7 കാർബൺ ആറ്റം എന്താണ് 7 കാർബൺ ആറ്റങ്ങളുണ്ട്. ഇതിൽ മുഖ്യ ചെയിനിൽ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ ഒരു മീഥൈൽ ഗ്രൂപ്പ് ശാഖയായിട്ടുണ്ട്. അന്നേരം എത്രാമത്തെ? രണ്ടാമതാണ്. അന്നേരം എന്താണ് ആദ്യമേ എന്ത് വേണം 7 കാർബൺ ആറ്റം മെയിൻ ചെയിനിൽ വരച്ചിട്ട് അവിടെ എന്താണ് രണ്ടാമതായിട്ട് ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് CH3 ഇടാം, അല്ലെങ്കിൽ എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഇടാം. രണ്ടിലെന്താണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇടാം. കാരണം അത് സെക്കൻഡ് പൊസിഷനാണ്. ഒരു വട്ടം വരെ നോക്കാവും. ഇവിടെ CH3 ഇട്ട് പിന്നെ ഇവിടെ എളുപ്പത്തിന് മൂന്നാമത് ഇവിടെ നിന്ന് ഇട്ട് പോകല്. ഈ ഒരു പൊസിഷനിൽ നിന്ന് തന്നെ എന്താണ് ഇട്ട് പോകണം. ഈ ഒരു സംയുക്തത്തിൻ്റെ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ടാണ്. IUPAC നിയമം എങ്ങനെ വരും? അന്നേരം 7 എണ്ണമാണ്. അന്നേരം 6 എണ്ണമേ വരൂ. കാരണം എന്താണ് മെയിൻ ചെയിനാണ് ഇവിടെ എടുക്കുന്നത്. മെയിൻ ചെയിൻ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇങ്ങനെയാണ് ഇവിടുത്തെ മെയിൻ ചെയിൻ വരുന്നത്. കാരണം നിങ്ങൾ ഈ മെയിൻ ചെയിൻ എടുക്കുമ്പോൾ 1, 2, 3, 4, 5, 6 1, 2, 3, 4, 5, 6 രണ്ടെടുത്താലും 6 തന്നെയാണ്. നമ്മൾ ഇതാണ് സാധാരണ എടുക്കുന്നത്. അതുകൊണ്ട് എന്തോ വരും 2 മീഥൈൽ ഹെക്സൈൻ എന്നാണ് വരുന്നത്. 2 മീഥൈൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, പിന്നെ എന്താണ് ഹെക്സൈൻ. നിങ്ങൾ എപ്പോഴും IUPAC നെയിം എഴുതുമ്പോൾ നിങ്ങൾ മെയിൻ ചെയിൻ എന്താണ് എണ്ണിയിട്ട് തന്നെ കണ്ടുപിടിക്കുക. വെറുതെ നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് തെറ്റിയാൽ ഫുള്ള് ഒരു തെറ്റ് പറ്റിയാൽ